BJP UPയിൽ വീണ്ടും ഒരു വമ്പൻ വിജയം നേടിയിരിക്കുകയാണ്. അതായത് സഹകരണ ബാങ്ക് മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് BJP വീണ്ടും വിജയം നേടിയിരിക്കുന്നത്. ഫറൂഖാബാദ് ജില്ലാ സഹകരണ ബാങ്കിലെ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. 14 ഡയറക്ടർ സ്ഥാനങ്ങളിലേക്ക് 13 BJP അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഓരോരുത്തർക്കും നാമനിർദ്ദേശ പത്രിക മാത്രമുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ തീരുമാനിക്കപ്പെടുകയായിരുന്നു. അതായത് BJP വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു. എതിരില്ലാതെ തന്നെ BJP അവിടെ വിജയിക്കുകയായിരുന്നു. മറുവശത്ത് വളരെ കാലം അധികാരത്തിലിരുന്ന SP-യിൽ നിന്ന് ഒരു നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിച്ചില്ല എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സഹകരണ ബാങ്കിൻ്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ചെയർമാൻ സ്ഥാനം മുതൽ ഡയറക്ടർ സ്ഥാനം വരെ പതിറ്റാണ്ടുകളായി സമാജ്വാദി പാർട്ടി അധികാരത്തിലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് അധികാരമാറ്റത്തിനു ശേഷം 2020 നടന്ന തെരഞ്ഞെടുപ്പുകളുടെ നിറം മാറുകയായിരുന്നു. കടുത്ത പോരാട്ടത്തിന് ശേഷം BJP ഒടുവിൽ അധികാരത്തിൽ വരികയായിരുന്നു 2020. 5 വർഷം സഹകരണ ബാങ്ക് സർക്കാർ ഭരിച്ച ശേഷം വീണ്ടും BJP ഇതാ എതിരില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇവിടെ SP നാണം കെടുകയായിരുന്നു. അതായത് ഒരു നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാനായിട്ട് നിൽക്കാതെ SP പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അവിടെ 2020 വരെ വളരെ കാലം അധികാരത്തിലിരുന്ന ഒരു പാർട്ടിയായിരുന്നു SP. ആ SP ആണ് ഇപ്പോൾ ഒരു നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാതെ പിന്മാറിയത്. ആകെ 13 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതേസമയം മറ്റ് കമ്മിറ്റികളിലെ 2 സംവരണമില്ലാത്ത തസ്തികകളിൽ ഒരു നാമനിർദ്ദേശം കാരണം ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. നാമനിർദ്ദേശങ്ങളിൽ 13 മത്സരാർത്ഥികളും BJP അംഗങ്ങളായിരുന്നു. എതിരാളികളില്ലാത്തതിനാൽ അവരുടെ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ തീരുമാനിക്കുകയായിരുന്നു. ജനപ്രതിനിധികൾക്ക് നാമനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ സമയത്ത് BJPയുടെ പൊതുജന പ്രതിനിധികൾ മുഴുവൻ ഉറച്ചു നിന്നിരുന്നു. MP മുകേഷ് രജ്പുത്, MLA സുശീൽ ഷാക്യ, നാഗേന്ദ്ര സിംഗ് റാത്തോഡ്, ജില്ലാ സംഘടനാ ചുമതലയുള്ള ശിവ് മഹേഷ് ദുബൈ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മോണിക്ക യാദവ്, BJP ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഫത്തേചന്ദ് രജ്പുത്, കനൌജ് മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നരേന്ദ്ര രജ്പുത് എന്നിവർ അവകാശവാദങ്ങൾക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് ഈ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതും വ്യക്തമായിരുന്നു. എന്നാൽ BJPയുടെ ഈ വിജയത്തെ SP വിശേഷിപ്പിച്ചത് സഹകരണ ബാങ്കിന്റെ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ SP-യിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് BJPയുടെ ഗുണ്ടായിസം തുടരുകയാണെന്നാണ് അവർ പറയുന്നത്. SP ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രപാൽ സിംഗ് യാദവ് പറഞ്ഞു, അന്തീർ നഗരി ചൗപ്പത്ത് രാജ ഒരു നിയമവുമില്ല എന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SP അനുകൂലികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും MLC തെരഞ്ഞെടുപ്പിലും ഇതേ സാഹചര്യം നിലനിന്നു എന്നും BJPയുടെ ഗുണ്ടായിസം കാരണം SP-യിൽ നിന്ന് ഒരു നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടില്ല എന്നും പൊതുജനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുവെന്നും 2027 തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾ ഉത്തരം നൽകുമെന്നായിരുന്നു SP-യുടെ മറുപടി എന്ന് പറയുന്നത്. എന്നാൽ 2020 വരെയും വലിയ തോതിൽ ഭരിച്ചിരുന്ന SP-ക്ക് ഈ 2025 ഒരു നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാൻ പറ്റാതിരുന്നത് തീർച്ചയായിട്ടും SP-യെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടിയാണ് UP-യിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.